RSS മേധാവിയായ മോഹൻ ഭാഗവത് അതിബുദ്ധിമാനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് അടിവരയിടുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളം കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിലെ രണ്ട് VC-മാരും ചില ഉദ്യോഗസ്ഥരുമൊക്കെ RSSന്റെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതൊക്കെ വിവാദമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, മോഹൻ ഭാഗവത് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. പരമ്പരാഗതമായി ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു മത രാഷ്ട്രമാണ്. അതായത് ഹിന്ദുക്കളാണ്, ഇന്ത്യയിൽ ജനിക്കുന്നവരൊക്കെ ഹിന്ദുക്കളാണ്, മറ്റ് മതങ്ങളൊന്നും ഞങ്ങൾക്ക് അന്യരല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ പൂശി വെളുപ്പിക്കുന്ന ഒരു വാചകം അദ്ദേഹം പറയും. പലപ്പോഴും അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഒരു ഉൾപ്പുളകമുണ്ടാകും. കാരണം BJPയോട് അടുക്കാൻ വെമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ RSS ക്യാമ്പിലേക്ക് ചേക്കേറാൻ വെമ്പി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ ഇതുവരെ മടിച്ചു നിന്ന ആളുകൾക്ക് കൂടി അവരെന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ, നമുക്ക് സാഹോദര്യഭാവമില്ലേ, ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നുമില്ലെന്ന് മോഹൻ ഭാഗവത് തന്നെ പറയുന്നു. എന്തുകൊണ്ട് പിന്നെ നമ്മൾ BJPക്ക് അനുകൂലമായി ചിന്തിച്ചുകൂടാ എന്ന് സ്വാഭാവികമായും സാധാരണ മനുഷ്യർക്ക് തോന്നാം. അങ്ങനെ തോന്നലുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഉത്തരേന്ത്യയിൽ അങ്ങ് ആസേതു ഹിമാചലം എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നിങ്ങൾ ഇഴകീറി പരിശോധിച്ച് നോക്കുക. RSS BJP സംഘപരിവാർ ശക്തികൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം കേരളമാകെ തിരയടിക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകത്തെങ്ങും തിരയടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് കുണ്ടറയിൽ പിള്ളേർ സെറ്റ് ബ്രസീലിൻ്റെ, കുണ്ടറയിൽ മാത്രമല്ല എല്ലായിടത്തും ബ്രസീൽ, പോർച്ചുഗൽ, അർജൻറ്റീനയുടെ ഫ്ലക്സുകൾ, കൂറ്റൻ ഫ്ലക്സുകൾ, കട്ടൗട്ടുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കുണ്ടറയിൽ കുട്ടികൾ, ബ്രസീലിൻ്റെ ആരാധകരായ കുട്ടികൾ ഫ്ലക്സൊക്കെ വെച്ചു, ബ്രസീലിൻ്റെ പതാകയൊക്കെ വെച്ചു. ഇത് കണ്ട് ഹാലിളകിയ RSSകാർ വന്ന ആ പതാകയൊക്കെ വലിച്ചു കീറിക്കളഞ്ഞു. സർവമതവും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നുമില്ല, എല്ലാവരും ഞങ്ങളിലാണ് എന്ന് പറയുന്ന RSSകാർ എന്തിനാണ് ആ പതാകകൾ കീറിക്കളഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് പച്ച നിറമാണ്. പച്ച നിറമായതുകൊണ്ട് അത് പാകിസ്ഥാൻ പതാകയാണ് എന്നാണ് ഈ പൊട്ടന്മാർ ധരിച്ച് പോയി വലിച്ചു കീറിക്കളയുകയും ആ കുട്ടികളെ വിരട്ടിയതും. ആ കുട്ടികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് ഒരേ ആവേശം ഫുട്ബോളാണ് യഥാർത്ഥത്തിൽ ജനകീയമായ ആളുകളെ വൈകാരികമായി ഒരുമിപ്പിക്കുന്ന ഒരു വലിയ മതം എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ്. അത് നമുക്ക് പകൽ പോലെ സത്യവുമാണ്. അങ്ങനെ യാതൊരു ഭേദവുമില്ലാതെ ഒരുമിച്ച് ചേർന്ന് കുട്ടികൾ ഉയർത്തിയ പതാകയും അതുപോലെ തന്നെ കൊടിതോരണങ്ങളുമൊക്കെ RSSകാർ നശിപ്പിച്ചു. അപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞതിന് എന്തെങ്കിലും നീതീകരണമുണ്ടോ? എന്തെങ്കിലും ശരിയായി വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. RSS എന്ന് പറയുന്നത്, RSS സംഘടന എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത്, സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുന്നത് നിങ്ങളെ സമീപിക്കുന്നത് ആട്ടിൻ തോലണിഞ്ഞുകൊണ്ടായിരിക്കും. ആട്ടിൻ തോൽ അണിഞ്ഞുകൊണ്ടുവരുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമാണ് അവർക്കുള്ളത്. ഇനി അവർ അമൃത് വച്ച് നീട്ടിയാലും അത് സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ ചതിക്കുഴിയിലേക്ക് ചാടിക്കാനുള്ളതാണ്. അതുകൊണ്ട് മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ കേരളത്തിൽ വന്ന് ജനകീയതയും മതസൗഹാർദ്ദവും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ഐക്യവുമൊക്കെ പ്രഘോഷിക്കുമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള അജണ്ട ഇമാതിരിയുള്ള കുത്തിത്തിരിപ്പാണ്. പുൽക്കൂട് കെട്ടിയപ്പോൾ സ്കൂൾ കയറി അടിച്ചു പൊട്ടിച്ച മഹാന്മാരാണ് ഈ RSSകാർ. അവരാണ് പറയുന്നത് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നുമില്ല, എല്ലാവരും സഹോദരങ്ങളാണെന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം വിളമ്പിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യവും ചരിത്രവും പോലും നിഷേധിക്കുന്ന സംഘപരിവാർ അജണ്ട ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ വിവാദമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് മോഹൻ ഭാഗവത് കേരളത്തിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഇത് ആടിനെ പട്ടിയാക്കലും പട്ടിയെ പേപ്പട്ടിയാക്കുന്ന നടപടിയാണ്. ജാഗ്രത പാലിക്കുക.